ആലപ്പുഴ ചെങ്ങന്നൂരിൽ സംസാരശേഷി കുറഞ്ഞ 6ാം ക്ലാസ്സുകാരിയെ ട്യൂഷൻ അധ്യാപിക ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. അധ്യാപികയും ഭർത്താവും ചേർന്ന് പണം നൽകി സംഭവം ഒതുക്കി തീർക്കാൻ ശ്രമിച്ചതായും രക്ഷിതാക്കൾ ആരോപിച്ചു. ചെറിയനാട് നെടുംവരങ്കോട് സ്വദേശികളായ ദമ്പതികളുടെ മകളാണ് മർദ്ദനത്തിനിരയായത്. വീടിന് സമീപമുള്ള ട്യൂഷൻ സെന്ററിലെ അധ്യാപിക ശൈലജയാണ് പഠിച്ചില്ലെന്ന് പറഞ്ഞു കുട്ടിയെ മർദ്ദിച്ചത്. നവംബർ 30-നാണ് അധ്യാപിക കുട്ടിയെ മർദ്ദിച്ചത്. തുട മുതൽ കാൽപാദം വരെയുള്ള ഭാഗത്ത് അടികൊണ്ട് ചോരയൊലിച്ച നിലയിലായിരുന്നു. ടീച്ചർ പണിയാണ് പിള്ളേരുടെ പണി കൊച്ചുണ്ട് വടി എത്തിട്ട് എന്നെ തല്ലാൻ പനി 5. അധ്യാപികയ്ക്കെതിരെ രക്ഷിതാക്കൾ ചെങ്ങന്നൂർ പോലീസിൽ പരാതി നൽകി. പരാതി നൽകാതിരിക്കാൻ അധ്യാപികയുടെ ഭർത്താവ് വീട്ടിലെത്തി പണം നൽകിയെന്നും രക്ഷിതാക്കൾ പറഞ്ഞു. ട്യൂഷൻ ടീച്ചറിന്റെ ഭർത്താവ് എന്റെ കുഞ്ഞിന്റെ അടുത്ത് വന്നിട്ട് കുഞ്ഞിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാനാണെന്നും പറഞ്ഞ് ഇച്ചിരി പൈസ കൊടുത്തു. ഞാൻ അന്നേരമേ പറഞ്ഞു, ഞങ്ങൾക്ക് പൈസ വേണ്ട, എന്റെ കുഞ്ഞിനെ തല്ലി പൊട്ടിച്ചിട്ടാന്ന് ഞാൻ പൈസ വാങ്ങിക്കുന്നതെന്ന് ചോദിച്ചു. എന്നിട്ട് 10,000 രൂപയുണ്ടായിരുന്നു. ആ 10,000 രൂപ ഞാൻ എന്റെ ചേച്ചിയെയും കൂട്ടി അവരുടെ വീട്ടിൽ കൊണ്ട് തിരിച്ചു കൊടുത്തു. ഇപ്പം നാട്ടിൽ മൊത്തം പാട്ടായേക്കുന്നത് ഞങ്ങൾ ലക്ഷങ്ങൾ വാങ്ങിച്ചു. അതുകൊണ്ടാണ് ഞങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നത്. ഞാൻ അന്നും ഒന്നിനും പോയില്ല. ചുമ്മാതി ഞാൻ വീട്ടിൽ ഇരുന്ന് എന്നെ ഈ ഇവിടം വരെ കൊണ്ട് എത്തിച്ചു. സംഭവം അറിഞ്ഞ വാർഡ് മെമ്പർ ഉപദേശിക്കുക മാത്രമാണ് ചെയ്തതെന്നും രക്ഷിതാക്കൾ ആരോപിച്ചു. എന്നിട്ട് ഞാൻ എന്റെ വാർഡ് മെമ്പറിനെ വിളിച്ചു. വാർഡ് മെമ്പറിനെ വിളിച്ചപ്പം മെമ്പർ വന്ന് പറയുക തേൻ തേക്കാനെന്ന് പറഞ്ഞിട്ട് വാർഡ് മെമ്പർ അവിടെ കുറച്ചു നേരം നിന്നിട്ട് അങ്ങ് പോയി. കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച പോലീസ് കുട്ടിയുടെ മൊഴിയെടുത്തു. കേസുമായി മുന്നോട്ടു പോകുമെന്നും രക്ഷിതാക്കൾ വ്യക്തമാക്കി. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.